ഇപ്പോൾ നമുക്ക് തലസ്ഥാനത്തേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു. അവിടെ നിന്നും ദിസ്നയും വീണയും ചേരുന്നുണ്ട്. ദിസ്ന, വീണ, എന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, അങ്ങനെ തലസ്ഥാനവും തദ്ദേശ പോരിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ആ ഒരു ലാപ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആ കൊട്ടിക്കലാശത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രധാന ജംഗ്ഷനുകളിൽ എത്തിയിട്ട് ആ പരസ്യ പ്രചാരണത്തിൻ്റെ ആവേശം കൊട്ടിക്കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എനിക്കിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ രണ്ട് സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് ഞാൻ ദിസ്നയും ഉള്ളത്. മറുവശത്ത് നിന്ന് മറ്റ് സ്ഥാനാർത്ഥികൾ കടന്നു വരുന്ന കൗതുകകരമായ കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൗതുകകരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ തലസ്ഥാനത്തിൻ്റെ എല്ലാ വാർഡുകളിലും, എല്ലാ നഗരവീഥികളിലും, ഗ്രാമവീഥികളിലും സ്ഥാനാർത്ഥികളും മുന്നണികളും ഇപ്പോൾ പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് ആവേശഭരിതമായ കലാശപൂരത്തിലേക്ക് കടക്കുന്ന കാഴ്ചകളാണ്. തിരുവനന്തപുരത്തും അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർഡുകളാണ് തലസ്ഥാനത്തെ, ശാസ്തമംഗലവും കവടിയാറും. എ ക്ലാസ് വാർഡുകളാണ്. ആ വാർഡുകളിലെ മത്സര പോരുകൾ വളരെ കടുക്കുന്നതാകുമെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു വരും. ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ്. മൂന്ന് മുന്നണികളും തമ്മിൽ മാറ്റുരയ്ക്കുന്ന പോരാട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചൊവ്വാഴ്ച അപ്പോൾ ഈ ജനവിധി എഴുതാനായി പൊതുജനങ്ങൾ വോട്ടിടാനായി എത്തുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ, വീടുകളിൽ നിന്നൊക്കെ അവരെ അഭിസംബോധന ചെയ്യുന്നതും ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവരെ കൈകാണിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ജനപിന്തുണ BJPക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അശ്വതി. കാരണം വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷ നമുക്ക് കാണാം. 6 മണിവരെയാണ് സമയമുള്ളത് ഈ ഒരു കൊട്ടിക്കലാശത്തിന്. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കർശന നിയന്ത്രണങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പൊതുജനങ്ങളുടെ യാത്രയ്ക്കുമൊന്നും തടസ്സപ്പെടുത്താത്ത രീതിയിലായിരിക്കണം ഇത്തരത്തിലുള്ള പൊട്ടിക്കലാശങ്ങൾ നടത്തേണ്ടതെന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയൊക്കെ ഈ ഒരു കൊട്ടിക്കലാശവും പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന നിമിഷങ്ങൾ കടന്നു പോകുന്നത്. തലസ്ഥാന ഈ നഗര വീഥികളിലൂടെ, ഈ വാർഡുകളിലെ പ്രധാന ഇടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇപ്പോൾ പൈപ്പിൻമൂട് ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഈ രണ്ട് സ്ഥാനാർത്ഥികളുമുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖ IPS ആണ്. അപ്പോൾ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു പോരാട്ട വീര്യത്തിൽ കൂടി ഇറങ്ങുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ശാസ്തമംഗലം വാർഡിലേക്കാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, മധുസൂദനൻ നായരെ സംബന്ധിച്ചിടത്തോളം ശാസ്തമംഗലത്തെ മുൻ കൗൺസിലറാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ ജനവിധി തേടുന്നത് കവടിയാർ വാർഡിൽ നിന്നാണ്. ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ്. അവർ ഒരുമിച്ച് നിന്ന് അവർ ഐക്യത്തോടു കൂടി വികസിത അനന്തപുരി, BJPയുടെ വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കുവാനുള്ള പരിശ്രമങ്ങൾ തന്നെയാണ് വാർഡുകളിൽ നമ്മൾ കഴിഞ്ഞ 30 ദിവസത്തോളം കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് അവസാന ദിവസവും കാണാൻ കഴിയുന്നത്. ആവേശഭരിതമായ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ ജനങ്ങളടക്കം വലിയ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു മാറ്റത്തിനായിരിക്കും തലസ്ഥാനത്ത് ഇനി നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ ഭരണപക്ഷത്തിൻ്റെ എല്ലാ അഴിമതികളെയും ഒപ്പം തന്നെ ഭരണത്തിൻ്റെ പോരായ്മകളെയും ഒക്കെ ചൂണ്ടിക്കാട്ടുകയും ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ കൃത്യമായി കോർപ്പറേഷനിലെ ബഡ്ജറ്റുകളിലടക്കം പ്രതിഷേധിക്കുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് BJP. അതിനാൽ തന്നെ BJPയുടെ ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകൾ അത് കഴിഞ്ഞ 5 വർഷക്കാലം തലസ്ഥാന നഗരവാസികൾ കണ്ടതാണ്. ആ നഗരവാസികൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് BJP ഭരണത്തിലെത്തുമ്പോൾ തലസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും വികസനം സുനിശ്ചിതമാണെന്ന്. ആ വികസനത്തിൻ്റെ പ്രഖ്യാപനം തന്നെയാണ് നമ്മൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടങ്ങളിലും അവസാന നിമിഷങ്ങളിലുമൊക്കെ കാണാൻ കഴിയുന്ന. BJP സംസ്ഥാന അധ്യക്ഷനടക്കം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. തലസ്ഥാനത്ത് വരാൻ പോകുന്ന കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ അത് BJP ഭരണത്തിലേറി 45-ാം ദിവസം റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന്. ആ റിപ്പോർട്ട് അവതരിപ്പിക്കാനെത്തുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമെന്നുള്ള സുവിശേഷമായൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. ആ നിമിഷത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ആ നിമിഷത്തിന് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾ ഒപ്പമുണ്ട്. ആ സ്ഥാനാർത്ഥികളുടെ കൗതുകമാർന്ന കാഴ്ചകളൊപ്പം തന്നെ അവസാന മട്ടത്തിൽ അവസാന നിമിഷങ്ങളിൽ വോട്ട് തേടുന്നതിൻ്റെ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഭാഗങ്ങളിൽ എത്തുമ്പോൾ പോലും വാഹനങ്ങളിൽ കാത്തു നിൽക്കുന്നവരുണ്ട്. ഇരുചക്ര വാഹനങ്ങളിലൊപ്പം ഇവർക്കൊപ്പം സഞ്ചരിക്കുന്ന നിരവധി പ്രവർത്തകരുണ്ട്. പ്രവർത്തകരും ഒപ്പം തന്നെ അതുപോലെ തന്നെ നേതാക്കളുമൊക്കെ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് കടന്നു പോകുന്നത്. ഈ ഒരു നിമിഷം നമ്മൾ പറയുകയാണെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന അതേ വീറും വാശിയും തന്നെയാണ് നമുക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിലും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. വലിയ മാറ്റത്തിനായിരിക്കും ഇനി അനന്തപുരി സാക്ഷിയാവുക. ഇനി ചൊവ്വാഴ്ച വിധി എഴുതുന്നതോടുകൂടി മാറുന്നതിനായിട്ടുള്ള, അതായത് BJP മുന്നോട്ട് വയ്ക്കുന്ന
വികസിത അനന്തപുരി എന്ന ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരമായിരിക്കും അശ്വതി കാണാൻ കഴിയുക. ഇവർ തീർച്ചയായും വീണ, നമുക്ക് ശാലിനിയിലേക്ക് കൂടി ഒന്ന് പോകാം വീണ. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ശാലിനി കൂടി ചേരുന്നുണ്ട്. ശാലിനി, തലസ്ഥാനത്ത് തീപാറും പോരാട്ടമാണ്. തലസ്ഥാനത്തിന് തലപ്പത്ത് ആരെത്തും, എന്താണ് അനുമാനം? തീർച്ചയായും തീവാറും പോരാട്ടമാണ്. അതിന്റെ ആവേശമെല്ലാം തന്നെ നമുക്ക് ഈ കലാശക്കൊട്ടിന്റെ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. കൃത്യം 1 മണിക്കൂർ തികച്ചില്ല കലാശക്കൊട്ട് അത് പരസ്യപ്രചരണം പൂർത്തീകരിക്കാനായുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള സമയപരിധി 6 മണി വരെയാണ്. 6 മണിക്കൂറിൽ ഈ പരസ്യപ്രചരണ വാഹനങ്ങളൊക്കെ തന്നെ നിശബ്ദമാകേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള ശക്തി പ്രകടനങ്ങളാണ് ഓരോ വാർഡുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് കൊടുങ്ങല്ലൂർ വാർഡിലെ സ്ഥാനാർത്ഥി വി രാജേഷ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. ദീദി പറഞ്ഞത് മികച്ച വിജയം കൊടുങ്ങല്ലൂർ വാർഡിൽ ഉൾപ്പെടെ തലസ്ഥാനത്ത് നഗരസഭയിൽ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. മികച്ച ഒരു ഭരണസമിതി, അതായത് BJPയുടെ ഒരു ഭരണസമിതി, NDAയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കൗൺസിലർമാരായി സ്ഥാനത്ത് എത്തും എന്നുള്ളൊരു വിജയ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. നിലവിലെ സിറ്റിംഗ് സീറ്റാണ് കൊടുങ്ങല്ലൂർ വാർഡ്. അങ്ങനെ 35ഓളം സിറ്റിംഗ് സീറ്റുകളിൽ അതിശക്തമായ മത്സരമാണ് BJP സ്ഥാനാർത്ഥികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 30 ദിവസത്തിൽ അധികമായി നീണ്ട പ്രചരണങ്ങൾ, വാഹന പ്രചരണ ജാഥകൾ, ഒപ്പം തന്നെ കുടുംബ സംഗമങ്ങൾ, വീട് കയറിയുള്ള പ്രചരണങ്ങൾ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ വിവിധ രീതിയിലുള്ള പ്രചരണങ്ങൾ, അതൊക്കെ അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ 6 മണിയോടുകൂടി പരസ്യ പ്രചരണങ്ങൾ, അനൗൺസ്മെന്റ് വാഹനങ്ങളൊക്കെ അവരുടെ പ്രചരണം അവസാനിപ്പിക്കും. ശേഷം നാളെ നിശബ്ദ പ്രചരണമാണ്. നാളെ ഒരു ദിവസം മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിനായി ബാക്കിയുള്ളത്, അകലമുള്ളത്. നാളെ നിശബ്ദ പ്രചരണത്തിലായിരിക്കും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. അതിനു മുന്നോടിയായി ഓരോ വാർഡുകളിലും അവരുടെ ശക്തി പ്രകടനങ്ങൾ, അവരുടെ വോട്ടർമാരുടെ ആത്മവിശ്വാസം, അവരുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം, അതൊക്കെ നാടിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. തമ്മിൽ അവർ ശക്തി തെളിയിക്കുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 101 വാർഡുകൾ ആയതിനു ശേഷം, വാർഡ് വിഭജനം നടന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ 100-ൽ നിന്ന് 101 വാർഡാകുമ്പോൾ വിജയമാർക്കൊപ്പം മേയർ ആരായിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രയൽ റൺ പോലെയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഓരോ മുന്നണികളും കാണുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് ഇവിടെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നേർക്കുനേർ വന്നു. കൊടുങ്ങല്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഇത്. ഇവിടെയാണ് 3 മുന്നണികളുടെയും കലാശക്കൊട്ട് അവസാനിക്കുന്നത്. ഇവിടെ BJPയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതെങ്കിൽ തൊട്ടപ്പുറത്തായി കോൺഗ്രസ് ഉണ്ട്, അതിന്റെ തൊട്ടപ്പുറത്തായി CPMന്റെ ശക്തി പ്രകടനമുണ്ട്. തമ്മിൽ ഒരു സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഉള്ളത്. ആർക്കും വാശിയില്ല, വിദ്വേഷമില്ല, വിമർശനങ്ങളില്ല. എല്ലാവരും സമാധാനവുമായി ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ശക്തി പ്രകടനത്തിനുള്ള സമയമാണ്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഈ ഒരു ശക്തി പ്രകടനത്തിന്റെ ഭാഗമാകുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു വാഹന പ്രചരണ ജാഥയ്ക്കൊപ്പം വന്ന, ഇരുചക്ര വാഹനങ്ങളിലടക്കം വന്ന യുവാക്കളുണ്ട്, ഒപ്പം തന്നെ സ്ത്രീ രക്തങ്ങളുണ്ട്, കൂടാതെ കുഞ്ഞു കുട്ടികളുണ്ട്. അവരൊക്കെ ഈ ഒരു ഡാൻസും പാട്ടുമൊക്കെയായി അവരുടെ സന്തോഷം പങ്കുവെക്കുകയാണ്. അവരുടെ സ്ഥാനാർത്ഥി വിജയിച്ച ആ ഒരു സന്തോഷം തന്നെയാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. കാരണം 30 ദിവസത്തോളമായി അവർ ഓരോ വീടുകളും കയറിയിറങ്ങി വോട്ടർമാരെ നേരിട്ട് കണ്ടപ്പോൾ അവർക്കറിയാം അവരുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. പത്മയിലൂടെ കൊടുങ്ങല്ലൂർ വാർഡ്, ഇനിയിപ്പോൾ PV രാജേഷിലൂടെ കൊടുങ്ങല്ലൂർ വാർഡ് നിലനിർത്താനുള്ള ആത്മവിശ്വാസം BJP. തീർച്ചയായും ഇനി നമുക്ക് തൃപ്പൂണിത്തുറയിലേക്കൊന്ന് പോകാം. അവിടെ നിന്നും ജിജേഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജേഷ്, ഈ തൃപ്പൂണിത്തുറയിൽ തദ്ദേശ പോര് എങ്ങനെ മുറുകുകയാണ്? ഒപ്പം ഈ വോട്ടർമാരെ കൃത്യമായ രാഷ്ട്രീയ ധാരണയിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു പരസ്യ പ്രചാരണം തന്നെയാണ് അവിടെയുള്ളത്. തീർച്ചയായും കലാശക്കൊട്ട്